ഏപ്രിൽ 8 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: കൊരിന്തിലെ വിശുദ്ധ ഡൈനീഷ്യസ്, വിശുദ്ധ എദേസ്യൂസ്, വിശുദ്ധ അമാൻസിയൂസ്, വിശുദ്ധ അസിൻക്രിറ്റൂസ്, വിശുദ്ധ ഫ്ലഗോൺ, വിശുദ്ധ ഹെറോഡിയോൺ, വിശുദ്ധ കഞ്ചസ, വിശുദ്ധ കാർത്തേജ്, വിശുദ്ധ മാക്സിമ, വിശുദ്ധ മക്കാരിയ, വിശുദ്ധ പെർപ്പത്തൂസ്. കൊരിന്തിലെ വിശുദ്ധ ഡൈനീഷ്യസ്. 109 കാലഘട്ടത്തിലാണ് കൊരിന്തിലെ വിശുദ്ധ ഡൈനീഷ്യസ് ജീവിച്ചിരുന്നത്. കൊരിന്തിലെ മെത്രാനായിരുന്ന ഡൈനീഷ്യസ് 2-ാം ശതാബ്ദത്തിലെ സഭയുടെ ഇടയന്മാരിൽ വെച്ച് എത്രയും പരിശുദ്ധനും പ്രഭാഷണചതുരനുമാണ്. പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമല്ല, ലേഖനങ്ങൾ കൊണ്ടും അദ്ദേഹം ക്രൈസ്തവരെ ഉപദേശിച്ചിരുന്നു. എവസേബിയൂസ് അദ്ദേഹത്തിന്റെ എഴുത്തുകളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വിശുദ്ധ സോത്തർ മാർപ്പാപ്പയിൽ നിന്ന് ലഭിച്ച ധനസഹായത്തിന് പ്രേരണ പ്രകാശിപ്പിച്ചുകൊണ്ട് റോമാസഭയ്ക്ക് അയച്ച കത്തിൽ ഡൈനീഷ്യസ് പറയുന്നു: പ്രാരംഭം മുതൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള സഭകൾക്കും ധർമ്മസഹായം അയച്ചു കൊടുക്കുക നിങ്ങളുടെ പതിവാണ്. നിങ്ങൾ ദരിദ്രർക്ക്, വിശേഷ്യ ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിതാക്കന്മാരെ അനുകരിച്ച് സഹായം അയച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹീതനായ ബിഷപ്പ് സോത്തർ നിങ്ങളുടെ പിതാക്കന്മാരുടെ പിറകിലല്ല, അവരെ അതിശയിക്കുക തന്നെ ചെയ്യുന്നു. ഒരു പിതാവ് മക്കൾക്കെന്ന പോലെ ഉപദേശങ്ങൾ നൽകുന്നു. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഞായറാഴ്ച ആചരിച്ചു. മുൻകാലങ്ങളിൽ ബിഷപ്പ് ക്ലെമന്റിന്റെ ലേഖനങ്ങളെ എന്ന പോലെ ബിഷപ്പ് സോത്തറിന്റെ കത്ത് ഞങ്ങൾ വായിച്ചു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് സുവിശേഷ പാരായണത്തിന് ശേഷം മാർപ്പാപ്പയുടെ ലേഖനം വായിച്ചുവെന്ന് ആണ് പറയുന്നത്. വിശുദ്ധ പത്രോസും പൗലോസും കോറിന്തിൽ ക്രിസ്തുമതം പ്രസംഗിച്ച ശേഷം ഇറ്റലിയിലേക്ക് യാത്ര തുടർന്നുവെന്ന് വിശുദ്ധ ഡൈനീഷ്യസ് സാക്ഷ്യപ്പെടുത്തുന്നു. വേറൊരിടത്ത് അദ്ദേഹം പറയുന്നു: പിശാചിന്റെ മക്കൾ, അതായത് പാഷണ്ഡികൾ, തന്റെ ഗ്രന്ഥങ്ങളിൽ വിഷം കലർത്തിയിട്ടുണ്ട്. പാഷണ്ഡതകൾ വേദപുസ്തക വ്യാഖ്യാനത്തിൽ നിന്നുണ്ടായതല്ല, പ്രത്യുത അബദ്ധ തത്വശാസ്ത്രത്തിൽ നിന്നുള്ളവ ആണ്. ബിഷപ്പ് ഡൈനീഷ്യസിന് വിശ്വാസ സംരക്ഷണത്തിനായി വളരെയേറെ സഹിക്കേണ്ടി വന്നതുകൊണ്ട് ഗ്രീക്കുകാർ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് വിളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സമാധാനപൂർവകമായ മരണമാണ് സിദ്ധിച്ചത്. വിശ്വാസത്തിൽ തെറ്റുകൾ വരുന്നത് ലോകവസ്തുക്കളോടുള്ള അമിതമായ മമത കൊണ്ടും പരമാർത്ഥതയുടെ കുറവ് കൊണ്ടുമാണ്. തികഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധതയും ക്രിസ്തുമതത്തിന് പ്രധാന ഘടകമാണെന്ന് ഡൈനീഷ്യസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. വിശുദ്ധനായ ഡൈനീഷ്യസെ, ലോകത്തുള്ള എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.